ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബട്ടർ ചിക്കൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഇതിനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു പാനിൽ 40 ഗ്രാമോളം ബട്ടറിൽ ചിക്കൻ പീസസ് ഇട്ടതിന് ശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സവാള മിക്സിയിലിട്ട് അരച്ചെടുത്തതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം കൂടി അരച്ച പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു നല്ല പഴുത്ത തക്കാളി ചൂടുവെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ടതിന് ശേഷം തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുത്തതും കൂടി ഇതിലോട്ട് ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണോളം കസൂരി മെത്തിയും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് മുൻപ് ഷാലോ ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ പീസസും കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. ചിക്കൻ പകുതി വേവാകുമ്പോൾ 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർക്കാം. ഇനി സിമ്മിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. 15 കാഷ്യൂനട്ട്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്തതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കസൂരി മേത്തി പാനിലിട്ട് ചൂടാക്കിയ ശേഷം ഒന്ന് പൊടിച്ചെടുത്തതും കൂടി ഇതിലോട്ടിടാം. കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. അവസാനം 20 ഗ്രാമോളം ബട്ടറും കൂടി ചേർക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.